ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ഷവർമ കേക്ക് എന്നാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, അതേപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ച ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒട്ടും ലൂസാവുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇത് അരച്ചെടുത്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷവർമ കേക്കിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ക്യാബേജ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കുരു കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മയോണൈസിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ നോൺ വെജ് താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ചിക്കൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഫില്ലിംഗ് ആയിട്ടും എടുക്കാം. ഇനി നമുക്ക് ഷവർമ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച ശേഷം കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് തക്കാളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതൊക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മേൽഭാഗം കൂടി ഒന്ന് വെന്ത് കുക്കായി വരേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.